ബാങ്ക് മോഷ്ടിക്കാനാ പോകുന്നേ, അല്ലാതെ ഒളിമ്പിക് റേസിനല്ല. ഒന്ന് പതുക്കപ്പോ. എന്തെങ്കിലും തരണേ, ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും തരണേ. നിങ്ങൾ എനിക്ക് 1 രൂപ തന്നാ അത് നിങ്ങൾക്ക് 100ആയി ദൈവം തിരിച്ചു തരും. കണ്ടില്ലേ, ചീച്ചയുടെ ഓർമ്മശക്തി വീണ്ടും പോയി. ഇനി ഇങ്ങനെ ഇക്കളി ഇടുന്നത് വരെ ഇങ്ങനെ തന്നെ നടക്കും. വരൂ ചീച്ചേ, നിങ്ങൾ വന്നത് ബാങ്ക് മോഷ്ടിക്കാനോ പിച്ചെ എടുക്കാനോ? വെറുതെ എനിക്കിട്ട് ചൊറിയാമമ്മ കേട്ടിന്റെ പണി കിട്ടും. വേഗം കൈ 2 മുകളിലേക്ക് പൊക്ക്. നിൽക്കുന്നോടത്തുനിന്ന് നനഞ്ഞു പോകരുത്. ഓഹോ, അത് കൊള്ളാലോ ടങ്ക ഡോൾക്കി. എന്നാ കിടിലൻ ഡയലോഗായിരുന്നു അത്. എന്റെ സാറേ, ഒരു തവണ കൂടെ പറയൂ പ്ലീസ്. മണ്ടത്തരം പറയാതോ, ഇത് കവിതാ സമ്മേളനമൊന്നുമല്ല. ഞാനിവിടെ കൊള്ളയടിക്കാടോ, അതായത് ബാങ്ക് റോബറി. മര്യാദക്ക് കൈ പൊക്കി നിൽക്ക്. എടോ ക്യാഷറെ, ഈ ബാങ്കിലെ എല്ലാ പണവും എന്റെ ബാഗിലേക്ക് ഇട്. പറഞ്ഞത് കേട്ടില്ലേ? വേഗം. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് പറഞ്ഞ നിനക്ക് ഇനി ജീവിതത്തിൽ ലഞ്ച് കഴിക്കാൻ പറ്റില്ല. ക്യാഷ് എടുക്ക് വേഗം. അതെ എന്റെ പൊന്ന അനന്തരവാ, ഇവിടെ നമ്മുടെ ഫണ്ടൂഷ് നഗറിലെ ബാങ്കിൽ വലിയൊരു കൊള്ള നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളോടുടക്കാൻ വന്ന ഉടച്ച കൈ തരം ഞാൻ. എത്ര വലിയ കള്ളനെയും പിടിച്ചിരിക്കും ഈ അമ്മാവനും അനന്തരവനും. എടാ പൊട്ടൻ കണാര ബഹദൂറെ ബ്രേക്ക് ചവിട്ടാ. കള്ളം കണാര, ഞാൻ ആശീർവാദം സ്വീകരിക്കാൻ വന്നതല്ല, തരാൻ വന്നതാണ്ടാ. ഇതാ പിടിച്ചോ പിടിച്ചോ. നിയമത്തിന്റെ കുരുക്കിന്ന് പോലീസിന്റെ തൊഴിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. അല്ല ഇതെന്താ? അതെ, ഇത് നമ്മുടെ മാഡത്തിന്റെ കിടിലൻ സ്റ്റൈൽ അല്ലയോ? എന്റെ പൊന്നു മാഡം, സ്റ്റൈലൊക്കെ പിന്നെ കാണിക്കാം. ആദ്യം ആ കള്ളന്മാരെ പിടിക്കേ. ഹാൻഡ്സ് അപ്പ്. ഒരു മിനിറ്റ്, മേഡം എന്തിനാ കഷ്ടപ്പെടുന്നേ? എടോ, തനിക്ക് ഞാൻ കാശ് തരുന്നത് എന്തിനാണോ? ഈ ജോലിയെല്ലാം വിട്ടിട്ട് തങ്കയുടെ കൂടെ കൂടി ബാങ്കിൽ ബഹളം ഉണ്ടാക്കുമായിരുന്നോ? തനിക്ക് വല്ല ആതുര സേവനത്തിനുമാണോ ഞാൻ പൈസ തരുന്നേ? അതും താനൊരു കള്ളന്റെ കൂടെ. അതെ പമ്മി, ഇയാളുടെ സാലറി 50 രൂപ കട്ട് ചെയ്തേക്ക്. പിന്നെന്താ? അതിനെന്താ? അവന്റെ കൂടെ ചേർന്ന് ബാങ്ക് കൊള്ളയടിക്കാൻ നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെന്തിനാ ഇത്രയും വലിയ അഭിനയം നടത്തേണ്ട കാര്യം? അല്ല പിന്നെ അല്ല, അവനോട് ഇതൊന്നും പറയണ്ട. പോലീസ് മേഡം ഈ പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞേക്കുവാ. ചെല്ല്, ഈ ടങ്കയുടെ ഫോട്ടോ കൊണ്ട് നാട് മുഴുവൻ ഒട്ടിച്ചു വെക്ക്. എനിക്ക് വരാൻ താല്പര്യമൊന്നുമില്ല. ഓ, നിങ്ങൾ വിഷമിക്കണ്ടെന്നേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇന്നോ പിടിച്ചോ.
ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. Mind it. മാമാ അതെ അത് കണ്ടില്ലേ മിമിക്രി ചേട്ടൻ. ഓ അത് കൊള്ളാമല്ലോ. അയാളുടെ മേക്കപ്പ് കലക്കി. അയ്യോ അമ്മാവാ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ടങ്കിയെ പിടിക്കാനുള്ള പ്ലാനാണോ? താങ്ക് യു മിമിക്രി കൊച്ചേട്ടാ. ഇത് കൊള്ളാമല്ലോ ചീച്ചേ. എന്നാ കണ്ടില്ല മൈഡിയ. ഈ വേഷത്തിൽ നമ്മളെ ആരും തിരിച്ചറിയില്ല. നമുക്ക് സമാധാനത്തോടെ പോയി ആ മിമിക്രിയാണ് എന്റെ കടയിൽ നിന്ന് വല്ലതും എടുത്ത് കഴിക്കാം. നിനക്ക് എപ്പോഴും തീറ്റക്കാര്യമാണോ ചിന്ത? നീ കാരണം ഇന്ന് ഏണി എടുക്കാൻ പറ്റാതെ പോയെ. അങ്ങനെ നമ്മുടെ മോഷണം തന്നെ ഫ്ലോപ്പ് ആയത്. ഏണി എന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു. പക്ഷേ ചിച്ചേ, ഗ്രൗണ്ട് ഫ്ലോറിലെ ബാങ്കിന് ഏണി കൊണ്ടെന്തിനാ പോകുന്നേ? ഒരു ചെറിയ ഏണി കൊണ്ടുപോയാ പോരായിരുന്നോ? ഒന്നുമില്ലെങ്കിലും ഭാഗ്യമെങ്കിലും കൂടെ നിന്നേനെ. കേട്ടോടാ. അയ്യോ എന്റെ കണ്ണുപോയോ. ചീച്ചു കിച്ചു സൂക്ഷിച്ചേ. കിച്ചു കിച്ചു കിച്ചു. ഞാൻ പറഞ്ഞത് കിച്ചു സൂക്ഷിച്ചെന്നാ. കിച്ചു ഉരുവാ, നമുക്ക് കഴിക്കാൻ പോണ്ടേ? തങ്കാച്ചേട്ടാ ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, ഒന്നും പറ്റിയില്ല. മാമാ ഇതാ ടങ്കയും ടോൾക്കിയുമാണ്. എന്റെ പൊന്നു ചിച്ച എന്തായി ചെയ്തത്? ഓടിച്ചോ, പണി പാളി. ഒന്ന് മാറി നിൽക്കണോ? എടാ ടോൾക്കി വിട്ടോടാവേ. കൊള്ളാവല്ലോട് അനന്തരവാ. എന്നാ നല്ല ഐഡിയ നീ പറഞ്ഞത്. അവര് നമ്മുടെ ഏണി എടുത്തോണ്ട് ഓടിയിട്ടുണ്ട്. ആ ഉറപ്പായും അതും എടുത്തോണ്ട് എവിടെയെങ്കിലും മോഷ്ടിക്കാനും പോകും. അപ്പൊ ഇവിടെ നിന്ന് അവന്മാരെ കാണാവല്ലോ. അതെ അനന്തരവാ, അവരിതേ ആ കോളനിയിലേക്കാ പോകുന്നത്. മാമാ പാച്ചുച്ചേട്ടൻ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനാ. ടങ്കാട്ടോൾക്കി അവിടെ ആയിരിക്കും. നോക്കി നിൽക്കാതെ കേറി വാടാവേ. ആ വരുവാ. മാമാ അങ്ങോട്ട് നോക്ക്. ആ ഏണി പാച്ചുച്ചേട്ടന്റെ ജനലിലാ വെച്ചിരിക്കുന്നേ. നമ്മള് വേഗം ചെന്നാ ചേട്ടനെ സഹായിച്ചേ പറ്റൂ. ആ ശരി ശരി. യോ എന്റെ പൊന്ന് അനന്തരവാ, നീ എന്തിനാ അതിനകത്തൊക്കെ പോയി കേറിയത്? വിട്ടോ ചിച്ചേ. അയ്യോ. മാമാ എന്തെങ്കിലും ചെയ്യ്. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നീ ഇത് എങ്ങോട്ട് പോവാ? അയ്യോ അനന്തരവാ, ആ ജീപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തടാ. എന്റെ അമ്മോ. എട പൊട്ടം കണാരാ ബഹദൂർ എവിടെ നോക്കിയിരിക്കാ? ബ്രേക്ക് ചവിട്. ഓക്കേ മാഡം. ഇത് കൊള്ളാലോ. സൂക്ഷിച്ച്. മാമാ. ഐഡിയ.
രക്ഷിക്കണട്ടാ അമ്മവാ എന്തിനാണിത് അയ്യോ വേണ്ട 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 അയ്യോ എന്റെ ആറ്റുകാല ഇതിന്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ചെയ്യൂ മാഡം. അമ്മവാ അമ്മവാ രക്ഷിക്കുമ്പവാ എന്തെങ്കിലും തരണേ, ദൈവത്തെ ഓർത്ത് വല്ലതും തരണേ. എനിക്ക് നിങ്ങൾ 1 രൂപ തന്നാ അത് 100ആയി തിരിച്ച് ദൈവം തരും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? എല്ലാം പെർഫെക്റ്റ്. ഓക്കേ.